പ്രൈസ് ഗോഡ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ 2-ാമത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലോട്ടൊന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചനചിന്തക്കായിട്ട് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീനെന്ന് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊളോസ്യ സഭയോട് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ച്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ, അപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു കർത്താവ് ഇരിക്കുന്നു. ആ യേശു കർത്താവ് ഇരിക്കുന്ന ഇടമായ ആ ഉയരത്തിലുള്ളത് തന്നെ എന്ത് ചെയ്യണം? അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പം ഭൂമിയിൽ ചിന്തിക്കുവാനല്ല ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തത്. ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉയരത്തിലുള്ളത്, പിതാവിൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്ന പുത്രനെ, ആ പുത്രനെ ഇരിക്കുന്നിടത്ത് തന്നെയും നമ്മെയും ക്രിസ്തുവിൽ ഇരുത്തിയിരിക്കുന്നു. നിങ്ങൾ മരിച്ചു. നാം ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പേ നമ്മൾ ലോകപരമായ ഒരു ജീവിതത്തിലായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെട്ടു. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കും വണ്ണം നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറേണ്ടത്. നമുക്കറിയാം, ഒരു പുതിയ മാസത്തിലോട്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ആ ഒരു പുതിയ മാസം പുതിയ തുടക്കങ്ങളായി നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ പരിവർത്തിക്കേണ്ടതിന്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതിനും ജീവിക്കേണ്ടതിനും, മരിച്ചടക്കപ്പെട്ട നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ച്. ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. ആ അനുഗ്രഹത്തിൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. ആത്മാവിൽ നിങ്ങളായിരിക്കുന്നിടത്ത് ഒന്ന് വിളിച്ചു പറയാമോ? ഞാൻ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നു, ക്രിസ്തുവിൻ്റെ ജീവൻ എൻ്റെ അകത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു പരാജയമല്ല, ഞാനൊരു വിക്ടറിയാണ്. ഞാൻ പോകുന്നോടം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമായി, ആ ദൈവത്തിൻ്റെ പ്രകാശം എൻ്റെ മേലിരിക്കുന്നതിനാൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന്, ഞാൻ സഞ്ചരിക്കുന്ന ഒരു സത്യവെളിച്ചമാണെന്ന്. അതുകൊണ്ട് ഞാൻ അനേകരെ വിടിയിപ്പാൻ, അനേകരെ ഈ രക്ഷയിലോട്ട് കൊണ്ടുവരുവാൻ, അനേകരെ ഒരു പുതിയ ജീവിതത്തിലോട്ട് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവരുറപ്പിക്കുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്ത ആ നിയോഗത്തിനകത്താണെന്ന് ഒന്ന് ആത്മാവിൽ നിങ്ങളെ നോക്കി തന്നെ നിങ്ങൾക്കൊന്ന് വിളിച്ചു പറയാൻ കഴിയുമോ? ദൈവം ആ ഒരു നിലവാരത്തിൽ നിങ്ങളെ അഭിഷേകം ചെയ്ത് ഈ കാലഘട്ടത്തിൻ്റെ മേൽ, അല്ലെങ്കിൽ ഭൂമിയുടെ മേൽ സർവ്വ അധികാരവും നൽകി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. ആ ഉറപ്പോടെ ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ ഹല്ലേലൂയ ഈ പുതിയ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ വലിയ ഓവർഫ്ലോ ആയി മാറട്ടെ. ഈ വചനങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന്, ഹല്ലേലൂയ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ജാതികൾ അറിയേണ്ടതിനും, ഹല്ലേലൂയ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ആത്മാവിൽ നിങ്ങളെ ഉപയോഗിക്കട്ടെ, നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പുതിയ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണട്ടെ. ആരോഗ്യത്തോടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. നിങ്ങളുടെ തലമുറയും നിങ്ങളുടെ ദേശവും കർത്താവിൻ്റെ വലിയ മഹത്വമായി തീരട്ടെ. ഇന്ന് ഈ പകൽ ഈ പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി, തുടക്കങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.